ഇരിക്കുന്ന കാണുമ്പോഴേക്കും നിങ്ങൾക്ക് തോന്നും ഇതെന്താ ഇങ്ങനൊക്കെ ഇരിക്കുന്നത് എന്ന് തോന്നിപ്പോവും. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറയാം, ഇത് ഞങ്ങളുടെ ഫ്രണ്ടാണ്, വർഷങ്ങളായിട്ടുള്ളത് കേട്ടോ, വർഷങ്ങളായിട്ടുള്ള നമ്മളുടെ ഒരു ഫ്രണ്ടാണ് ഡോക്ടർ അമർ ഫെറ്റിൽ. അപ്പൊ ഡോക്ടർ ഇന്നിപ്പോ വന്നത് നമ്മുടെ ഡോക്ടർ എപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങളുടെ അടുത്ത് വരാറുണ്ട്. ഇന്നിപ്പോ വന്ന് ഒരു ഡോക്ടറിന്റെ ഇൻട്രൊഡക്ഷൻ പക്ഷെ പറഞ്ഞില്ല നമ്മുടെ ആരോഗ്യ വകുപ്പിലെ സീനിയർ പീഡിയാട്രീഷ്യനും പിന്നെ നമ്മുടെ ടീനേജ് ഹെൽത്തിന്റെ സംസ്ഥാന നോഡൽ ഓഫീസറുമാണ്. എല്ലാ ഡോക്ടറെ നമ്മുടെ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ ഇപ്പൊ ഡോക്ടറെ അടുത്തേക്ക് വന്നിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യേട്ടാ. പിന്നെ നിങ്ങൾക്ക് തോന്നും ഇതെന്റെ സ്റ്റെതസ്കോപ്പ് ഒക്കെ വെച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് തോന്നിപ്പോ ഡോക്ടർ ഇങ്ങനെ വരുന്ന അവസരങ്ങളിലൊക്കെ ഞാൻ പറയും എന്താണെന്നറിയോ, BP നോക്കുന്നതും സ്റ്റെതസ്കോപ്പും കൂടി കൊണ്ടുവരണമെന്ന് പറയും. എപ്പോഴും ഞാൻ പറയും. കാര്യം എന്തെന്നറിയോ, ഒന്ന് എനിക്ക് ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊണ്ടുവരുന്നത്. ഡോക്ടർ പറ്റിപ്പോയി അത് പറഞ്ഞില്ലല്ലോ, ഡോക്ടർ ഫാബിയോളെ കാണാനായിട്ടാണ് വന്നത്. വന്നപ്പോ ഇവിടെ ഫാബിമോൾ ഇല്ല. അപ്പൊ ഡോക്ടർ തിരക്കായതുകൊണ്ട് പിന്നെ ഫാബിമോൾ പോയ കാര്യം ഞാൻ പറയാനും വിട്ടുപോയായിരുന്നു. ഫോണിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും, അപ്പൊ അത് ഒന്ന് ഓഫാക്കി വെക്കട്ടെ, അല്ലെങ്കിൽ പ്രശ്നമാണ്. ഇങ്ങനെ എമർജൻസികൾ പലതും വിളിക്കും. ഇപ്പൊ ഇവിടെ വരുന്ന പല വിളിച്ചോണ്ടിരിക്കും, പിന്നെ അത്യാവശ്യം കാണുന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത്. ഞാനത് കട്ട് ചെയ്തിട്ട് പിന്നെ അപ്പം ഇടയ്ക്ക് കോളുകൾ ഡോക്ടറിന് വന്ന് ഡോക്ടർ ഈ ഒരു തിരക്കിന്റെ ഇടയിലാണ് നമ്മളെ തേടി കൂടി വരുന്നത് കേട്ടാ. അതെ അതെ, ഒരു പേഷ്യന്റ് ട്രെയിനിൽ വെച്ച് സുഖമില്ലാണ്ട് എന്നെ കുറച്ച് നേരത്തെ വിളിച്ചു. അപ്പൊ അതിന്റെ ബാക്കിയാണെന്ന് വിചാരിച്ചാണ് ഞാൻ എടുത്തത്. പല സ്ഥലത്തും പല ആൾക്കാർക്ക് ഇങ്ങനെ ആവശ്യങ്ങളും ഈ സ്റ്റെപ്പ് കൊണ്ട് നടക്കുന്നവരെയാണ്. പല സ്ഥലത്തും പെട്ടെന്ന് ആവശ്യമില്ല. ഇവിടെ വരുമ്പോ ചിലപ്പോ ഉമ്മയ്ക്കൊന്ന് നോക്കണം എന്ന് പറഞ്ഞാൽ അതാണ് മിക്കവാറും ഈ BP മെഷീൻ എപ്പോഴും മിക്കവാറും ഞാൻ ഈ പറഞ്ഞ മാതിരി ഡോക്ടർ വരും എന്ന് പറയുമ്പോ തന്നെ ഞാൻ പറയും ഇതൊക്കെ കൊണ്ടുവരണം എന്ന് പറയും നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്ന് ഏതായാലും സമിക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ സമി വരുന്ന് പറഞ്ഞപ്പോഴേ ഞാനേ ഒന്നാമത് മോളിപ്പോ ഡെലിവറി ആവാൻ നിക്കാണ്. പരീക്ഷയ്ക്ക് വന്നവരെ ആവുമോ? മാമ ഞാൻ വിചാരിച്ച എന്തായാലും മോളുടെ നമുക്ക് അങ്ങനെ ഒരു ആള് ഡെലിവറി ആവാൻ നിൽക്കുമ്പോഴേക്കും നമുക്ക് കുറെ സംശയങ്ങളൊക്കെ വരുമല്ലോ. അപ്പൊ എന്തായാലും ഞാൻ ഡോക്ടറിനെ കാണുമ്പോഴേക്കും ഈ വക കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പൊ പിന്നെ ഇത് കൂടി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുകൊണ്ട് ഉപകാരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ ഡോക്ടറെ നമ്മളെ ഈ പൂർണ്ണ ഗർഭിണി ആയിരിക്കുന്നു, ഇപ്പൊ മോളുടെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇപ്പൊ അടുത്ത് ഡേറ്റ് അടുത്ത്, അതെ എന്ന് വേണമെങ്കിലും ആവാം, ആ ഒരു അവസ്ഥയിലേക്ക് നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞ ഗർഭിണികളെ കുറിച്ച് ഡോക്ടറിന് അത് അതിന്റെ സൂക്ഷ്മതകളും കാര്യങ്ങളും അതിനെ കുറിച്ചൊക്കെ ഒന്ന്. ശരിക്കും പറഞ്ഞാൽ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ ഡെലിവറി ചെയ്യാനുള്ള ആ ഒരു 9 മാസം അല്ലെ 40 ആഴ്ച എന്ന് പറയുന്നത് ഒരു അതിശയപരമായിട്ടുള്ള പീരീഡാണ് ശരിക്കും. അപ്പൊ ആ നേരത്ത് ഒരു 100,000 മാറ്റങ്ങൾ ബോഡി നടക്കുന്നു. ശരിക്കും എന്റെ ഒരു ആഗ്രഹം എന്ന് പറയും, എല്ലാ വ്യക്തികളും ഇപ്പൊ സമീര എന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്ന പോലെ അവരുടെ ഒരു ഡോക്ടറോട് വളരെ ലിഷേളി ആയിരുന്നു സംസാരിക്കാൻ കൂടി ഒരു അവസരം വേണം. കാരണം അത് വേറൊരു കാര്യം ഡോക്ടറെ, എല്ലാവർക്കും ഇപ്പൊ നമുക്ക് തോന്നും എന്നെ പോലെ സംശയമുള്ളവരും എന്നെ പോലെ ഇതൊക്കെ അറിയാൻ ആകാംക്ഷയുള്ള ഒരുപാട് പേര് കാണുവേ. അപ്പൊ എല്ലാവരുടെ അടുത്ത് നമുക്കത് ചോദിക്കാൻ പറ്റത്തില്ല, ശരിയല്ലേ? ഇപ്പൊ ചിലര് ചിലപ്പം അത് ചൂടാവും, എന്താ ഇതൊക്കെ അറിയേണ്ട കാര്യം നിങ്ങൾക്കുണ്ടോന്ന്. പിന്നെ ഹോസ്പിറ്റലിലൊന്നും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഡോക്ടറിനെ കിട്ടിയപ്പോ ഞാൻ ഈ വക കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലെ? ഞാൻ പറഞ്ഞ മാതിരി ഗർഭിണിയായി അപ്പോ ഗർഭിണിയാവുന്ന വെച്ചാൽ നമ്മൾ അറിയുന്നപ്പോഴാണ് ഒരാൾ പീരിയഡ്സ് വരേണ്ടത് മിസ് ചെയ്തു. അപ്പൊ മിസ് ചെയ്യുമ്പോഴേക്കും ഒരു സംശയം, ഗർഭം വരേണ്ട ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവർക്കൂടെ ആദ്യം വരുന്ന മനസ്സിൽ സംശയം, ഞാൻ പ്രഗ്നന്റ് ആയി. അപ്പൊ ഉടനെ തന്നെ അത് പ്രഗ്നൻസി ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നു. ചിലരൊക്കെ ഇപ്പൊ സ്വന്തമായി ചെയ്യും, ചിലർ ഡോക്ടറെ കണ്ട് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തൊട്ട് ആക്ച്വലി ഒരു ഗൈനക്കോളജിസ്റ്റ് അഡ്വൈസ് ലോട്ട് നമ്മൾ കയറുന്നതല്ല. നമുക്ക് പരിചയമുള്ളതോ നമ്മൾ സ്ഥിരം നമ്മുടെ ഫാമിലി കാണിക്കുന്ന ഒരു ഗൈനക്കോളജിസ്റ്റ് അഡ്വൈസ്. കാരണം ആ നേരം തൊട്ടോ ഈവൻ നമ്മൾ പറയും ഒരു കപ്പിൾ ശരിക്കും പ്രഗ്നന്റ് ആകാൻ നോക്കുമ്പോൾ അതിന്റെ ടൈം ഉണ്ടല്ലോ, ഇനിയിപ്പോ പ്രഗ്നൻസിയിലേക്ക് നിങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ ഈ ധാരാളം ഇലക്കറികളും പഴങ്ങളൊക്കെ കഴിക്കുന്ന വളരെ യൂസ്ഫുൾ, എസ്പെഷ്യലി ഇലക്കറികൾ. കാരണം ഫോളിക് ആസിഡ് കിട്ടുന്ന കുഞ്ഞിന്റെ ഈ നാഡീവ്യൂഹൊക്കെ കറക്റ്റായി വളരെ നല്ലതാണ്. അപ്പൊ ധാരാളം ഇലക്കറി, ചീര, മുരിങ്ങല, അങ്ങനത്തെ പലതരം ഇലക്കറികൾ കഴിക്കുന്നില്ല. പിന്നെ ഡോക്ടർ നമ്മളിപ്പോ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഫോളിക് ആസിഡ് ഗുളികയൊക്കെ, അപ്പൊ അങ്ങനെ പല സാധനങ്ങൾ നമ്മൾ ചില മരുന്നൊക്കെ കൊടുക്കണ്ടോ ഗർഭിണികൾക്ക്. ശരിക്കും അത് ഒഴിവാക്കാം, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയുള്ളതൊക്കെ തുടക്കത്തിൽ നല്ല ഒഴിവാക്കാൻ പറ്റില്ല. ഇത് നമ്മൾ കഴിക്കണം. പക്ഷെ എല്ലാവരും എത്ര കഴിച്ചെന്ന് അറിയാത്തതുകൊണ്ട് ഈ ഡോക്ടർ പറയുന്ന ചില മരുന്നുകളുണ്ട്, ഇങ്ങനത്തെ സപ്ലിമെന്റ്സ്, അതെല്ലാം കറക്റ്റായിട്ട് കഴിക്കണം. നമ്മൾ വീട്ടിൽ പോയി അയൽക്കാരോ ആരെയും പറഞ്ഞിട്ട് അത് മാറ്റിക്കളയരുത്. കാരണം നമ്മൾ ഒരു ഗുണത്തിന്റെ ലക്ഷ്യം വെച്ചിട്ടാണ് പറയുക ഇത് കഴിക്കണം, ഫോളിക് ആസിഡ് കഴിക്കണം, പിന്നെ അയൺ 3-ാം മാസം തൊട്ട്
6 മാസത്തേക്ക് ഡെയിലി അയൺ കഴിക്കണം. അപ്പൊ ഇപ്പൊ ഇരുമ്പ് ഗുളിക കഴിക്കണമെന്ന് പല ആൾക്കാരും കഴിക്കാനുള്ള സംഗതി എന്താ അറിയാം, അവര് പറയും ഇത് കഴിച്ചാൽ കറുത്തു പോകും. ശരിക്ക് ഡോക്ടേഴ്സ് പറയണത് നമ്മൾ അത് കേൾക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിനെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ അതിന് ബുദ്ധിപരമായിട്ടും ആരോഗ്യപരമായിട്ടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അല്ലെ വേണ്ട കാലഘട്ടമാണ്. അപ്പൊ നമ്മൾ അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കുഞ്ഞിനെയല്ലേ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ ചെക്കപ്പ് ഒക്കെ ടൈമിന് ചെയ്യണം. ഡോക്ടർ പറയും അല്ലെ ഹോസ്പിറ്റലിൽ വരുമ്പോ ഇന്ന ദിവസം വരണം. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് ആ നേരത്തെ ചെക്കപ്പിനൊക്കെ പോയി അത് മാറ്റി വെക്കും. അതുപോലെ ഡോക്ടർ ഇപ്പം നമ്മൾ ഈ ഗർഭിണികൾ സ്ട്രെസ് സ്ട്രെയിന് ഇങ്ങനെയുള്ളതൊന്നും കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറയും. ഇപ്പം ചിലർക്ക് ഇപ്പം ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് അങ്ങനെ സ്ട്രെസ് അനുഭവിക്കുന്ന കുട്ടികളുണ്ടാവും, ചിലർക്ക് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ സ്ട്രെസ് അനുഭവിക്കുന്ന കുട്ടികളുണ്ടാവും. അങ്ങനെ പല വിധത്തില്. അപ്പം അതിനെ കുറിച്ച് ഡോക്ടറിനൊന്ന്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മുടെ ഈ ആഹാരവും മറ്റ് വൈറ്റമിൻസും പിന്നെ ചെക്കപ്പും അല്ലെ BP നോക്കുന്നതും ഷുഗർ നോക്കുന്നതും പിന്നെ സ്കാൻ ചെയ്യുന്നതൊക്കെ പോലെ തന്നെ പ്രധാനമാണ് ഇവർക്ക്. കാരണം അല്ലെങ്കിൽ അവർക്ക് ഈ സ്ട്രെസ് കുഞ്ഞിനെ ബാധിക്കും. ഈ കുഞ്ഞ് ഭയങ്കര സെൻസിറ്റീവ് ആണ്, നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം സെൻസിറ്റീവ്. അതിന്റെ ബ്രെയിൻ ഇപ്പോഴേ ഡെവലപ്പ് ചെയ്ത് തുടങ്ങി. അപ്പൊ അമ്മ അനുഭവിക്കുന്ന കാര്യങ്ങളും ആ അമ്മ അത് അനുഭവിക്കുമ്പോൾ ശരീരത്തിൽ ഒഴുകുന്ന ഹോർമോൺസ് ഇതെല്ലാം കുഞ്ഞിനും പല വിധത്തിലും സെൻസിറ്റീവ്. അതിന്റെ എന്താണ് നമ്മൾ ഫ്യൂച്ചറിൽ ആഗ്രഹിക്കുന്നില്ല ഒരു സൂപ്പർ കുട്ടിയായിരിക്കണം, അതിനെയൊക്കെ മോശമായിട്ട് ബാധിക്കാൻ ചിലപ്പോൾ. അതുകൊണ്ട് പീസ്ഫുൾ ആയിട്ടുള്ള അന്തരീക്ഷം, ഹാപ്പി ആയിട്ടുള്ള അന്തരീക്ഷം ഇതൊക്കെ നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. നമ്മൾ ഇപ്പൊ ഇല്ല പല പ്രഗ്നന്റ് പെൺകുട്ടികൾ ഒറ്റയ്ക്കൊക്കെയാണ് ജീവിക്കുന്നത്. അപ്പൊ പണ്ടാണ് കുറെ പേരൊക്കെ ഉള്ളപ്പോ വളരെ ഹാപ്പി പറഞ്ഞു. അപ്പൊ ഇത് പ്രധാനമാണ്, ഹാപ്പിനെസ് വേണം, എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. ഞാൻ എപ്പോഴും പറയത്തില്ലേ, എല്ലാ ഗർഭിണികളോടും ഞാൻ പറയാറുണ്ട് എപ്പോഴും സന്തോഷമായിരിക്കണം. സ്ട്രെസ് സ്ട്രെയിൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു ഗർഭിണിയുള്ളപ്പം ഇത് ചുറ്റിനുള്ളവരാണ്. ആണാണ്. ഡോക്ടർ ധാരാളം വെള്ളം കുടിക്കണം എന്ന് പറയും, അതിന്റെ കാര്യം എന്താണ്? അത് ഡീഹൈഡ്രേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് അല്ലെങ്കിലേ പ്രശ്നമാണ്. യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ വരും. വെള്ളം കുടിക്കുന്ന കുറഞ്ഞു കഴിഞ്ഞാൽ യൂറിനറി ഇൻഫെക്ഷൻ വരാം. അത് ഈ പ്രഗ്നൻസി ടൈമിനൊക്കെ വരുന്ന ഒട്ടും നല്ലതല്ല. അതിനിടയിൽ പനിയായി പിന്നെ ചിലപ്പോൾ അങ്ങനെ വന്നാൽ പിന്നെ നീണ്ട ദിവസം മരുന്ന് കഴിക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം ആ ഒരു പ്രഗ്നൻസിയിൽ കുഞ്ഞിനെയും അമ്മേനെയും ഒരുപോലെ ബാധിക്കാം. അതുകൊണ്ട് ആഹാരം കഴിക്കുന്നതിന് കൂടുതൽ ധാരാളം വെള്ളം, നാരങ്ങ വെള്ളം കുടിക്കണം. നാച്ചുറൽ ആയിട്ടുള്ള ഏത് പാനീയങ്ങൾ വേണമെങ്കിൽ കുടിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ എക്സർസൈസിന്റെ കാര്യം പറയുമ്പോഴേ ഇപ്പൊ പ്രസവിക്കാൻ നിൽക്കുമ്പോഴേക്ക് അറിയത്തില്ലല്ലോ എങ്ങനെയാണ് പണ്ടൊക്കെ ഉള്ള അമ്മമാര് പണിയുണ്ടോ, നെല്ലുകുത്ത്, മുറ്റം തൂപ്പ്, ഇപ്പൊ അതല്ല. ഇപ്പൊ ആ കാലഘട്ടം മാറി. ഇപ്പൊ എക്സസൈസിന്റെ ഒരു കാലഘട്ടമായി. അവരെല്ലാം അറിഞ്ഞുകൊണ്ട് പോയിട്ട് അതായത് എപ്പോഴും നല്ല ആക്റ്റീവായിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഹാപ്പിനെസ്സും ആക്ടിവിറ്റി എല്ലാം കൂടെ ഒരുമിച്ച്. ഭാവിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഒക്കെ കഴിഞ്ഞു. ഇനി പ്രസവവും ഇനി ശുശ്രൂഷയും പറ്റി കുട്ടിയെ പരിപാലിക്കുന്നതിനെ പറ്റിയുള്ള അമ്മമാരറിഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ കുട്ടികളെ പ്രസവിക്കുന്നവർ അറിയുന്നതിനും കാട്ടി കൂടുതൽ അവരെ പരിപാലിക്കുന്നവര് കുറെ കാര്യങ്ങൾ അറിയും. ഇനി ഏതായാലും ഇനി ബാക്കിലോട്ട് നമുക്ക് അതിന്റെ വേണ്ട ഇനിയുള്ള കാര്യങ്ങൾ പറ്റാം. ഇനി പ്രസവം കഴിഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. അത് നിസാർ പറഞ്ഞതിനകത്ത് ഒരു രസമുള്ള കാര്യം പറയട്ടെ. ഈ വരുന്ന ഒരു VIP ആണ് വരാൻ പോകുന്നത്. നമ്മളിപ്പോ വലിയൊരു വീട്ടിലെ VIP ആണ് വരാൻ പോകുന്നത്. അപ്പൊ അതിനെ സ്വീകരിക്കാൻ വേണ്ടി ആദ്യം നമ്മുടെ റിഫ്രഷ്മെന്റ്സ് കൊടുക്കണം. അപ്പൊ ഈ ബേബിക്കുള്ള റിഫ്രഷ്മെന്റ് പാലാണ്. അപ്പൊ ഇപ്പൊ VIP വന്നു കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഇവിടുന്ന് പാല് കിട്ടുന്ന ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതിന്റെ ഒരുക്കം നമ്മൾ പ്രഗ്നൻസിയിലെ തുടങ്ങും. എന്താ അറിയോ, ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീ ഒരു 6-8 മാസമൊക്കെ ആകുമ്പോഴേക്കും തന്നെ ഈ അമ്മയും വീട്ടുകാരും ആ പ്രഗ്നന്റ് പെൺകുട്ടി തന്നെ ഈ ബ്രസ്റ്റിലെ നിപ്പിൾസ് എല്ലാം കറക്റ്റ് ആയിട്ട് ഫോം ചെയ്തിട്ടുണ്ടാവും. നമ്മൾ പറയല്ലേ ഉൾവലിഞ്ഞ നിപ്പിൾ പരന്നുപോയി. ഇങ്ങനെയൊക്കെ ഉള്ള ഈ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിന് ഏറ്റവും ആദ്യം ആവശ്യം എന്ന് വെച്ചാൽ അപ്പാട് പാല് കുടിക്കാൻ നമുക്ക് എടുത്ത് വെച്ചു കൊടുക്കാൻ പറ്റണം, അതിന് പാല് സഖ്യാൻ പറ്റണം. അപ്പൊ നിപ്പിൾ വെൽഫോംഡ് ആയിരിക്കണം. അപ്പൊ അത് അല്ലാതെ ആ നേരത്തെ പിന്നെ കഷ്ടപ്പെടാം. അപ്പൊ അതിന് മുൻപ് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. കുളിക്കുന്ന സമയത്ത് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്ഥിരം നോക്കുന്ന ഡോക്ടറോട് ചോദിക്കാം. അപ്പൊ ഡോക്ടർ അതിന്റെ മെത്തേഡ് പറയും എങ്ങനെ ഇത് ഫോം ചെയ്യണം. അപ്പൊ കുറെ പെൺകുട്ടിയെ കാണും ഈ നിപ്പിൾ ഫ്ലാറ്റ് ആക്കി. അപ്പൊ അവര് പിന്നെ കഷ്ടപ്പെടും ബേബി വന്നു കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് ആദ്യമേ ഇതൊക്കെ റെഡിയാക്കാൻ വേണ്ടി ഡോക്ടറും കാണിച്ചു കൊടുക്കുക അവർക്ക് എങ്ങനെയാണ്. അത് വീട്ടിൽ പോയിട്ട് ആ കുട്ടിക്കും പിന്നെ അമ്മയ്ക്കൊക്കെ കൂടെ പരീക്ഷിച്ച് ഇതെല്ലാം ശരിയാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി റെഡിയായി എന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഇപ്പം ജനിച്ച ഉടൻ തന്നെ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുന്ന അതിനെ കുറിച്ച് അത് ഇപ്പൊ നമ്മളല്ലേ ഹോസ്പിറ്റലിൽ, ഞാനിവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പേരൂക്കട ഹോസ്പിറ്റലൊക്കെ വളരെ സന്തോഷമുള്ള ഒരു കാലം വർക്ക് ചെയ്തിരുന്നു. അപ്പൊ അന്ന് നമ്മള് പീഡിയാട്രിഷ്യൻ ആയതുകൊണ്ട് ഈ പ്രസവമുറി പോവും. അപ്പൊ അന്നത്തെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ കുഞ്ഞ് ജനിച്ച ഉടനെ നമ്മുടെ സ്റ്റാഫ്, നമ്മുടെ അറ്റൻഡറും നഴ്സിംഗ് അസിസ്റ്റന്റും
എല്ലാവരും കൂടെ ഒരു ടീം പോലെയാണ്. എന്നിട്ട് അപ്പാട് കുഞ്ഞിനെ തുടച്ച് ഡ്രൈ ആക്കി, എന്നിട്ട് അവര് തന്നെ വളരെ സ്നേഹത്തിലൊരു ബേബീനെ, ഡെലിവറി തീർന്നിട്ടില്ല കേട്ടോ, ബേബി പുറത്ത് വന്ന് കോടൊക്കെ മാറ്റിയിട്ടുള്ളൂ, അപ്പൊ തന്നെ എടുത്ത് ഇങ്ങനെ ബ്രസ്റ്റിൽ വെച്ചു കൊടുക്കും. അത് അപ്പൊ നമുക്ക് ആ അമ്മേന്റെ മുഖത്തെ സന്തോഷവും ഇതെല്ലാം കൂടെ കണ്ടു. അതിനകത്ത് ടെക്നിക്കൽ വശം എന്താ വെച്ചാൽ ഈ അപ്പൊ തന്നെ പാല് കുടിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ബേബിക്ക് അന്ന് ഈ ജനിച്ച ഉടനെ ഇല്ല, ഭയങ്കര അലേർട്ടായിരുന്നു, ഇരിക്കായിരുന്നു ഈ തണുപ്പൊക്കെ വന്ന്. അപ്പൊ ആ നേരത്ത് നല്ല ഉണർവായിരിക്കും. അപ്പൊ അപ്പൊ തന്നെ എടുത്ത് വെച്ചു കൊടുത്താൽ നല്ല ആക്റ്റീവായിട്ട് സക്ക് ചെയ്യുന്നു. കാണാൻ ആ ഹോൾ ലേബർ റൂമിൽ ഇരിക്കുന്ന എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ഈ പുതിയ ആള് വന്നിട്ട് ഇത്ര ആക്റ്റീവായിട്ട് സക്ക് ചെയ്യുന്നതൊക്കെയാണ്. ആദ്യം പാലുണ്ടാവില്ല, ഒരു മഞ്ഞപ്പാൽ, ഒരു വെള്ളം പോലത്തെ സാധനം ഉണ്ടാവും, കുറച്ച് കൊഴുപ്പൊക്കെ, കൊളസ്ട്രോൾ തന്നെ. അപ്പൊ അതിനകത്ത് നിറച്ചും ഈ നമുക്ക് ഫ്യൂച്ചറിന് ആവശ്യമുള്ള ഇമ്മ്യൂണിറ്റി കിട്ടാനുള്ള, പ്രതിരോധ ശക്തി കിട്ടാനുള്ള സൂത്രങ്ങൾ മൊത്തം ഇതിനകത്തുണ്ട്. അപ്പൊ ഇത് ആദ്യമേ കുടിക്കുന്ന ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ കുട്ടീന്റെ ആദ്യത്തെ കുറെ ആഴ്ചകളും ഈവൻ കുറച്ച് മാസം വരെ നല്ലൊരു പ്രൊട്ടക്ഷൻ, കയ്യിലൊരു നമ്മുടെ ഒരു ഷീൽഡും കൊടയൊക്കെ കൊടുത്ത പോലെയാണ് ആദ്യം ഇതും കുടിച്ചു കഴിഞ്ഞാൽ. പിന്നെ ഡോക്ടർ, ഈ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ ഇങ്ങനെ മണ്ടയ്ക്ക് കയറുന്ന പ്രസവിച്ചുടനെ തന്നെ കൊടുക്കുന്നതിന് എന്തെങ്കിലും രീതിയോ വശങ്ങളൊക്കെ ഉണ്ട്? ശരിക്കും പറഞ്ഞാല് ഇപ്പൊ നോർമൽ ഡെലിവറി കഴിഞ്ഞാല് അമ്മയ്ക്ക് എണീറ്റിരിക്കാനൊക്കെ ആദ്യം ഒരു പ്രയാസമുണ്ട്. പക്ഷെ കഴിഞ്ഞാൽ എണീറ്റിരുന്ന് അല്ലെ ചാരിയെങ്കിലും ഇരുന്നിട്ട് വേണം പാല് കൊടുക്കാൻ. പിന്നെ ആണെങ്കിൽ അത്യാവശ്യം ചിലപ്പോ പേണ്ടി വരും ആദ്യത്തെ ദിവസമൊക്കെ. വളരെ കെയർഫുൾ ആയിരിക്കണം. അതായത് കുഞ്ഞ് സക്ക് ചെയ്യുമ്പോൾ ഈ നമ്മൾ സാധാരണ ഭാഷ മണ്ടേക്കാറെന്ന് പറയും. അത് മണ്ടേക്കാറ് നമ്മൾ പറയുന്നത് മണ്ടയ്ക്കകത്തല്ല പോകുന്നത്, ആക്ച്വലി ഈ ശ്വാസനാളത്തിനകത്തോട്ട് ട്രക്കിയാന്ന് പറയും. അവിടെ കയറി പോകുന്നതിനാണ് നമ്മൾ മണ്ട എന്ന് പറയുന്നത്. മണ്ടയ്ക്കകത്തോട്ട് പോകാൻ സ്ഥലമില്ല ആക്ച്വലി, ഇങ്ങനെ ഇത് തെറ്റി കയറി പോകുന്നതാണ്. അപ്പൊ അങ്ങനെ കയറി പോകുന്നത് ഒരു സാധ്യതയുണ്ട്. അങ്ങനെ കയറിപ്പോയി കഴിഞ്ഞാൽ കുറിച്ച് ഒന്ന് ഒന്ന് ഞെട്ടും. അപ്പൊ നമ്മൾ അങ്ങനെ എല്ലാം കാണുകയാണെങ്കിൽ അപ്പാട് തന്നെ പാല് കുടിക്കാൻ നിർത്തി നല്ലോണം പുറത്തിങ്ങനെ കുഞ്ഞിനെ കമഴ്ത്തി കിടത്തി പൊക്കിയെടുത്ത് കളയുന്നത്. ഈ ഇപ്പൊ ഛർദിക്കും ചില കുട്ടികൾ ഇങ്ങനെ പാല് കുടിച്ചോണ്ടിരിക്കുമ്പോ കവിട്ടി വരിക, കക്കുക എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരും ചെയ്യുന്ന എന്താണെന്നറിയോ, നേരെ പോയി അയ്യോ ബാബോ എന്ന് പറഞ്ഞ് പൊക്കിയെടുക്കും. അങ്ങനെ പൊക്കിയെടുക്കരുത്. ഉടനെ നമ്മൾ താഴെ തന്നെ കിടത്തി കമഴ്ത്തിയോ മുക്കാൽ കമഴ്ത്തിയിട്ട് നല്ലോണം ബാക്കിൽ തട്ടി. ഞാൻ ഇപ്പോഴും ഓർക്കണ്ട്, പണ്ട് പിള്ളേരായിരുന്നപ്പോ ഡോക്ടർ പണ്ടേ പറഞ്ഞിട്ടില്ലേ, കുഞ്ഞിനെ എടുത്തിട്ട് നമ്മൾ പാല് കൊടുത്ത ഉടനെ ആ ഗ്യാസ് കളഞ്ഞിട്ടേ പിന്നെ ഇത് ചെയ്യാവുന്നു. കുട്ടിയുടെ വയറ്റിലെ ഗ്യാസ് ഉണ്ടാവും, കമഴ്ത്തിയിട്ട് നമ്മൾ തട്ടുമ്പോഴേക്ക് അല്ലെ നമുക്ക് ഇങ്ങനെ ഫുൾ ബാക്കില്. അപ്പൊ കയ്യും തലയും ബാക്കിൽ പോണം. ബസ്സിൽ എഴുതി വെച്ചിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ, ഈ കയ്യും തലയും പുറത്തിടണം. അതിന്റെ നേരെ ഓപ്പോസിറ്റ്, കയ്യും തലയും പുറത്തിടണം. എന്നാലേ കറക്റ്റ് പൊസിഷനിൽ വയർ ഇവിടെ വരും. ഇവിടെ കിടത്തിയാ പോരാ, വയറ് ഞെങ്ങണം. അപ്പൊ ഇവിടെ കിടത്തിയിട്ടുണ്ടെങ്കിൽ വയറ് ഞെങ്ങൂല. അപ്പൊ ഇതിങ്ങനെ ബാക്കിൽ കയറി കയ്യും തലയും പുറത്തിടുമ്പോ വയർ ഇവിടെ വരും. അതുപോലെ തന്നെ ഡോക്ടറെ വന്നു കഴിഞ്ഞിട്ടേ അത് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കുവല്ല, ചിമ്മി നോക്കും. അല്ലെങ്കിൽ അമ്മയെ നോക്കുന്ന ആ ഉമ്മയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറയാം. അതിലെന്തർത്ഥമാണുള്ളത്? ശരിക്കും പറഞ്ഞാല് ഈ വെളിച്ചം ലൈറ്റ്, അന്നേരത്തെ ഒരു ഇരുട്ടും വെളിച്ചത്തിൽ ഇതേ ഉള്ളൂ. അപ്പൊ അത് എവിടെയാണ് ലൈറ്റ്? ലൈറ്റിന്റെ അനക്കം ഉണ്ടോ? ഇപ്പൊ ഒരു ലൈറ്റ് സ്റ്റില്ലായിട്ടോടെ നിൽക്കുന്നത്, ഇപ്പുറത്തിന് അനക്കം ഉണ്ടെങ്കിൽ ഒരു ബേബി പതുക്കെ അതിലോട്ട് തിരിയാൻ ടെൻഡൻസി ഉണ്ട്. ഇത് അങ്ങോട്ടുള്ള ദിവസങ്ങൾ കടന്നു പോകുന്ന, ആഴ്ചകൾ കടന്നു പോകുമ്പോ അത് മെല്ലെ ഷേപ്പ് മനസ്സിലാക്കി തുടങ്ങും. അപ്പൊ വട്ടമുള്ള ഷേപ്പ് ഒരു മുഖമായിരിക്കും. പിന്നെ അങ്ങനെ മുഖങ്ങൾ, അപ്പൊ ഈ മുഖത്ത് ഫീച്ചേഴ്സ് നമ്മുടെ കണ്ണ് മൂക്ക് ഒക്കെ കാണും, അതിൽ കൂടുതൽ ശ്രദ്ധിക്കും. വെറുതെ ഒരു വട്ടം കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ അത്. ഇനി അത് റെക്കഗ്നൈസ് ചെയ്ത് വെച്ചാൽ ഇതാണ് അമ്മ എന്ന് മനസ്സിലായി. നമ്മൾ ദിവസം അമ്മ പൊട്ടി ഇവിടെ തൊടുന്ന പൊട്ടി ഇപ്പുറത്തെടുത്ത് കുത്തിയാ ബേബിക്ക് വെപ്രാളം വരും. അയ്യോ ഇതല്ലല്ലോ എന്റെ അമ്മ. അങ്ങനെ ഇവര് സെൻസിറ്റീവ്. അവർ എല്ലാം നമ്മൾ കമ്പ്യൂട്ടറിൽ കേൾക്കുന്നവരെ കേൾക്കുകയാണ്. എന്നുവെച്ചാൽ ഓരോ സെക്കൻഡ് അതിന്റെ ബ്രെയിൻ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം തേടുകയാണ്. അപ്പൊ ആദ്യം ഭയങ്കര ബ്ലർഡ് ആയിരിക്കും. പിന്നെ ഓരോ ദിവസം മുമ്പോട്ട് ഫോക്കസ് ചെയ്യാൻ പഠിച്ചു. ഷേപ്പുകൾ മനസ്സിലാക്കി, നിറം മനസ്സിലാക്കി, കളർ മനസ്സിലാക്കി, അമ്മേന്റെ മണം മനസ്സിലാക്കി, അമ്മേന്റെ സ്വരം മനസ്സിലാക്കി. അങ്ങനെ സ്ലോ ആയിട്ടാണ് വരിക. അപ്പൊ ആദ്യത്തെ ദിവസം ഒന്നും കണ്ടിട്ട് ഇത് അപ്പനാണോ? പിന്നെ ഇത് പറയുന്നത് ജനിക്കുന്ന ബേബീസ് മണത്തിന് ഭയങ്കര സെൻസിറ്റീവ് ആണ്. ഇങ്ങനെ സ്പ്രേയോ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂം ഒന്നും അടിച്ചുകൊണ്ട് പോകല്ലേ? നല്ല ഐഡിയ കേട്ടോ സൽമാൻ, അത് നല്ല ഐഡിയ. കാരണം ഈ പലരും ഈ വിസിറ്റേഴ്സ് വരുമ്പോഴാണ്, ഇപ്പൊ അമ്മ ഡെലിവറി പെർഫ്യൂം അടിക്കാൻ വലിയ സ്കോപ്പില്ല. പക്ഷെ നമ്മൾ ഈ ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഈ പേവാർഡിലൊക്കെ ചെല്ലുമ്പോൾ വൈകുന്നേരം 1,00,000 ജനം കാണും മുറിക്കകത്ത്. അപ്പൊ എല്ലാവരും സ്നേഹം കൊണ്ട് വരുന്നതാണ് കേട്ടോ, അത് സംശയമൊന്നുമില്ല. എല്ലാവരും കാരണം ഇത് ഭയങ്കര ഇവന്റ് അല്ലേ, വീട്ടിൽ VIP വന്നിരിക്കല്ലേ. പക്ഷേ ഇവരെല്ലാം കൂടെ ആ കൊച്ചു മുറിക്കകത്ത് ഇടിച്ച് കയറി ഇരുന്ന് അവിടുന്ന് തുമ്മലും ചീറ്റലും ശ്വാസവും ചുമയ്ക്കുന്നതൊക്കെ നടത്തി. പിന്നെ മാത്രമേ ഇവരെല്ലാം തൊടും. അപ്പൊ ഇവർ വന്നാൽ ചിലപ്പോൾ ബസ്സിലായിരിക്കും, ഓട്ടോയിലായിരിക്കും, കാറിലായിരിക്കും, പല സ്ഥലത്ത്. അപ്പൊ കയ്യിലൊക്കെ പലതും കാണും.
അപ്പൊ ഞാൻ എപ്പോഴും പറയും ഇത്രയും ആൾക്കാർ ഈ മുറിയിൽ ഇരിക്കല്ലേ എന്നാലും പുറത്തിറങ്ങണം. ചിലപ്പോൾ ഞാൻ ടഫായിട്ടൊക്കെ പറയും, ചിലപ്പോൾ വഴക്കൊക്കെ പറഞ്ഞ് പലരും പുറത്താക്കും. എന്താ വെച്ചാൽ അത് അല്ല ചിലരിങ്ങനെ എടുത്തു അപ്പോഴൊന്നും ഉമ്മ കൊടുക്കുന്ന ഒരു ഇതുണ്ട്. ഞാനിപ്പോഴും ഓർക്കണ്ട, പണ്ട് ഡോക്ടർ വഴക്ക് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ പിള്ളേരെ. ഞാൻ പിന്നെ അതിനുശേഷം ഒരു മക്കളെയും ഈ പ്രസവിച്ച ഉടനെ എടുത്ത് ഞാൻ ഉമ്മ കൊടുക്കത്തില്ല കേട്ടോ, ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നില്ല. കാരണം ഉമ്മ കൊടുക്കാനൊക്കെ തോന്നും, പക്ഷെ അത് തെറ്റാണെന്ന് മനസ്സിലാക്കുന്നത് ചെയ്യത്തില്ല. അച്ഛൻ പിന്നെ 1-2 ഗ്രാൻഡ് പേരന്റ് അത്രയും മതി. അത് ഹ്യൂജ് സർക്കിൾ മാറി മാറി തൊടാണ്ടിരിക്കുന്നത് നല്ലത്. ആദ്യത്തെ കുറച്ച് ദിവസം ഇവർക്ക് ശക്തി ഇല്ലല്ലോ, ബേബി എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസേ ഇല്ല. അപ്പൊ അന്നേരം നമ്മൾ കുറച്ച് പേരൊക്കെ മാത്രം തൊടുക. പിന്നെ പിന്നെ അങ്ങോട്ട് പോകുമ്പോ ഇത് പിറങ്ങി തന്നെ ജീവിക്കണം. അത് നാച്ചുറലി. നേരത്തെ തൊട്ടിലിന്റെ കാര്യം പറഞ്ഞത് ഈ കുഞ്ഞിനെ ഇപ്പൊ ഞാൻ ഇങ്ങനെ ചില ഇതിലൊക്കെ ഞാൻ കാണുന്നുണ്ട്. പണ്ട് ഡോക്ടർ നിർത്തി വെച്ചിരുന്നത് ഹോസ്പിറ്റലൊക്കെ നിർത്തിയില്ലേ തൊട്ടില്, പൂർണ്ണമായിട്ട് തൊട്ടിലെടുത്ത് കളഞ്ഞു. പക്ഷെ വീടുകളില് തൊട്ടിൽ സിസ്റ്റം ഉണ്ട്. അത് ശരി. അങ്ങനെ അതിനോട് ശരിക്കും പറഞ്ഞ നമ്മൾ എവിടെയെങ്കിലും അറിഞ്ഞാൽ തിരുത്തണം കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ എനിക്കറിയുന്നവരടുത്തൊക്കെ ഞാൻ പറയുമ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ മോളുടെ അടുത്തായാലും പറഞ്ഞിട്ടുണ്ട് തൊട്ടിൽ സിസ്റ്റം ഒന്നും വേണ്ട. കാരണം എന്ന് വെച്ചാൽ അത് അമ്മയോട് ചേർന്ന് തന്നെ. അതിന്റെ കാര്യം അറിയാം. ഇത് ഈ ഇവിടെ അടുത്ത് കിടക്കണം എന്ന് പറയുന്ന റീസൺ എന്താ വെച്ചാൽ ഇവർക്ക് ചൂട് വേണം. അപ്പൊ അമ്മ 37 ഡിഗ്രീസ് സെന്റിഗ്രേഡ്. അപ്പൊ ഇൻക്യുബേറ്ററോ മറ്റേ ഏത് മെഷീനേക്കാളും ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചൂട് കൊടുക്കാൻ പറ്റും. സോ അമ്മേന്റെ അവിടെ ചേർന്ന് ഇൻഫാക്ട് ഏറ്റവും നല്ല എങ്ങനെയാണെന്നറിയോ, ഈ ബേബീനെ അമ്മേന്റെ ഉടുപ്പിനകത്ത് കയറ്റണം. വലിയ വലിപ്പമുള്ള നൈറ്റിക്ക് അകത്ത് ബേബീനെ പൊതിയാതെയാണ് അകത്ത് കയറ്റുന്നത്. ഈ വന്നവരെ ബേബിയെ പൊതിയണ്ട. ബേബിയെ പൊതിയാതെ ബേബിയുടെ സ്കിന്ന് അമ്മേന്റെ സ്കിന്നിൽ തട്ടണം. ബേബിന്റെ മുഖം അമ്മേന്റെ ബ്രസ്റ്റിൽ തട്ടിയിരിക്കുന്നു. അപ്പൊ എന്നാലും ചൂട് കിട്ടുന്നു. ഇവിടെ കിടക്കുമ്പോൾ അമ്മേന്റെ ഹാർട്ട് ബീറ്റിംഗ് കേൾക്കാം. അപ്പൊ ഈ പൊസിഷനിൽ ഇവർക്ക് അമ്മേന്റെ ഹാർട്ട് ബീറ്റാണ് ജനിക്കുന്ന മുമ്പേ കേട്ട് ശീലിച്ചത്. അത് കേൾക്കാം. അമ്മേന്റെ മണമുണ്ട്, പാലിന്റെ മണമുണ്ട്. ഈ ടെമ്പറേച്ചർ മാതൃത്വം തുടങ്ങി. ശരിക്കും ബോണ്ടിങ് ഇല്ലേ, നമ്മള് കാർട്ടൂണിലെ കാണുന്നത് ഈ മറ്റേ ഡൊണാൾഡ് ഡക്കിന്റെ പറയുക മറ്റേ കുഞ്ഞു കുഞ്ഞു താറാവൊക്കെ പോകുന്നത് പോലെ മോമ എന്നൊക്കെ പറഞ്ഞു പോകുന്നത് അതുപോലെയാണ്. അപ്പൊ ഈ ബോണ്ടിങ് ഭയങ്കര ഈ ബന്ധം ഉണ്ടായിരുന്നു. അതിന് എന്ന് മാത്രമല്ല വേറെ ഗുണം എന്നറിയാം, അത് പലർക്കും അറിഞ്ഞുകൂടാ. ഇവിടെ കിടക്കുമ്പോൾ കുഞ്ഞിന് ഭയങ്കര സുഖമാണ്, പിന്നെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. അല്ലാതെ വേറൊരു മെക്കാനിസം നടക്കുന്നുണ്ട്. ഇവിടെ ഈ കോണ്ടാക്ട് അമ്മേന്റെ ബ്രെയിനിൽ അറിയും. ഇവിടുന്ന് അമ്മ കുറെ ഹോർമോൺ ഉണ്ടാക്കും. പാൽ ഉണ്ടാക്കാനുള്ള ഹോർമോൺ ഉണ്ട്, നിർമ്മിക്കാൻ. പിന്നെ ഈ പാല് ബേബി ചുണ്ട് നിപ്പിളിൽ വെക്കുമ്പോൾ പാല് റിലീസ് കൊടുക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട്. ഇത് 2 എണ്ണം ഉണ്ട്. ഭയങ്കര സൂത്രങ്ങൾ നടക്കുകയാണെന്ന്. പ്രകൃതി ഭയങ്കര. നിങ്ങള് പ്രഗ്നന്റ് ആയിരിക്കുന്നവരും ഉടനെ പ്രസവിച്ചവരും ഒക്കെ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പൊ ബേബിയെ കുളിപ്പിക്കുന്ന കാര്യം കൊണ്ടുപോയി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പണ്ടൊക്കെയാണ് ഉടനെ ഒരു നനച്ച് തുടപ്പൊക്കെ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ജസ്റ്റ് വൈപ്പ് ചെയ്തിട്ട് ഡ്രൈ ആക്കി അപ്പാട് പൊതിഞ്ഞ്, അല്ലെങ്കിൽ പൊതിയാതെ അമ്മേന്റെ ബോഡിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഉടുപ്പിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ സൈഡിൽ കിടക്കുകയാണ് പൊതിഞ്ഞിട്ട്. അപ്പൊ എപ്പോഴും ഒന്നിക്കേ ഇവിടെ ബ്രസ്റ്റിന്റെ ഇടയ്ക്ക് വിടാം, അല്ല ഈ സൈഡിൽ പൊത്തിപ്പിടിച്ച്, അല്ല ഇപ്പത് പൊത്തിപ്പിടിച്ച്. അമ്മയുടെ കൂടെ തന്നെയാണ് സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് അടുപ്പവും വേണം. ഷീറ്റും തൊട്ടിലൊന്നും പാടില്ല. ഇതിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കണം എപ്പോഴും ബേബി. കുളിക്കുന്ന കാര്യം ഈ ശരിക്കും പറഞ്ഞാൽ കുളിപ്പിക്കുന്നതൊക്കെ 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ട് മതി. അപ്പൊ അന്നേരം നമ്മൾ ഇളം ചൂട് വെള്ളത്തിൽ കുളിപ്പിക്കുക, കാറ്റത്ത് വെച്ച് കുളിപ്പിക്കുക. പണ്ടൊക്കെ മുറ്റത്ത് വെച്ച് കുളിപ്പിക്കുക. ഇത് അങ്ങനെ ചെയ്യാണ്ട് കാറ്റ് കൊള്ളാത്ത സ്ഥലത്ത് സ്പീഡിലങ്ങ് കുളിപ്പിക്കുക. പിന്നെ സോപ്പിന് ആദ്യം ചെറുപയർ കൂടിയിട്ട് കുളിപ്പിച്ചാലും മതി. ഈ ബോട്ടം മൂട് ഭാഗം ഉണ്ടല്ലോ മരദ്വാരത്തിന്റെ, അവിടെയൊക്കെ വേണമെങ്കിൽ കുറച്ച് ബേബി അല്ലെങ്കിൽ സോപ്പ് ഉണ്ടെങ്കിൽ അത് തേക്കാം. അപ്പൊ കുളിപ്പിക്കുന്ന ഫാസ്റ്റ് ആയി കഴിയണം. കുളിപ്പിച്ച ഉടനെ പെട്ടെന്ന് തുടയ്ക്കുക, എന്നിട്ട് അത് ഉടനെ എടുത്ത് ഫീൽ ചെയ്യണം. കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ എണ്ണ തലയിൽ തേക്കുന്ന ചില ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ, എണ്ണ കണ്ടിട്ടുണ്ടല്ലോ, കുറെ വെളിച്ചെണ്ണ എടുത്ത് തേക്കും. അത് തേച്ച് അത് അത്ര തേക്കാണ്ടാണ് നല്ലത്, തേക്കാണ്ടിരിക്കുന്നത് നല്ലത്. അതുപോലെ ഈ കരി കൺമഷി എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പണ്ട് വലിയ കഥയുണ്ട് ഞങ്ങൾക്ക്. ബേബീസിനിടോ വലിയവർക്കിടോ കഥയുണ്ട്, വലിയ കഥ. അത് പറയാൻ തീരൂല. ഡോക്ടർ ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ പറഞ്ഞുതരാം. ഡോക്ടറിന് ഭയങ്കര തിരക്കായത് കാരണം നമ്മൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയമില്ല. അപ്പൊ നമുക്ക് ഇത് ഈ കുളിപ്പിക്കുന്ന ഫാസ്റ്റായി കുളിപ്പിക്കൽ കഴിഞ്ഞു. കുളിപ്പിച്ച് കഴിഞ്ഞാൽ അടുത്ത് ഫീൽ ചെയ്തു. പിന്നെ കുളിപ്പിച്ചതിന് എവിടെ ഊതരുത്. അത് പണ്ട് ചെവിയിലും മൂക്കിലൊക്കെ ഊതുന്ന പരിപാടിയുണ്ട്. വെള്ളം പോകാന്ന് പറഞ്ഞിട്ട് ഊതുന്നു. ഇപ്പൊ നമ്മൾ എവിടെ ഊതണ്ട, പൊക്കിളിലും ചെവിയിലും മൂക്കിലും ഊതുന്നത്. നമ്മുടെ ഇപ്പൊ ഊതുന്ന ആൾക്കും എല്ലാം അണുബാധ ഉണ്ടോ അതിങ്ങോട്ട്. പഴയ ആൾക്കാർ പറയും അങ്ങനെയൊക്കെ നമ്മൾ എത്രയോ ലക്ഷം കുട്ടികളെ വളർത്തിയില്ലേ, പറ്റിയില്ല എന്നൊക്കെ പറയും. ഇപ്പൊ നമ്മൾ കുറച്ച് അതല്ലേ ഇപ്പൊ സ്ക്രീനിങ് ചെയ്യുന്നില്ലേ. പണ്ട് കുഴപ്പമില്ലാതെ ഇപ്പൊ സ്ക്രീൻ ചെയ്തതിന്റെ ഗുണമുണ്ട്. അപ്പൊ അതുപോലെ ഊതുന്നതിന് വരെ പൊക്കിള് ഡ്രൈ നല്ല വൃത്തിയുള്ള വെള്ളം കുതിരുന്ന തുണിയില്ലേ, അത് വെച്ച് ഞെക്കിയാൽ പൊക്കിള് ഡ്രൈ ആയി. അതുപോലത്തെ തുണി ഒരു തിരി പോലെ ആക്കിയിട്ട് ചെവിയിൽ വെച്ച് ചെവി വെട്ടി.
മൂക്കിൽ വെച്ചാൽ മൂക്ക് പറ്റി. അപ്പൊ ഇങ്ങനെയൊക്കെ മതി. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ഒന്ന് തുടച്ചാൽ മതി. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ഈ ഉച്ചി എന്ന് പറയില്ലേ, സോഫ്റ്റ് ഭാഗം ഇവിടെ ഉണ്ട്. അപ്പൊ അവിടെ അവിടെ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഇങ്ങനെ തുടച്ചാൽ മതി. അവിടെ ആൾക്കാർ പേടിയാ, കാരണം ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഫ്യൂസ് ആയിട്ട് ഗ്യാപ്പ് കാണാം. അത് മെല്ലെ മെല്ലെ ഒരു വയസ്സാകുമ്പോഴേക്കും അത് മാറും. ഡോക്ടർമാരുണ്ട് ഇതൊക്കെ തീരുമാനിക്കാൻ. അല്ല, അത് നല്ല ഐഡിയ, എനിക്ക് ഇഷ്ടപ്പെട്ടത് സൽമാൻ പറഞ്ഞു. എന്താ അറിയോ, എല്ലാ അച്ഛന്മാരും ഫ്യൂച്ചർ, നാളത്തെ അച്ഛൻ എന്ന് പറയുന്ന ആൾക്ക് ഇപ്പൊ നാളെ അച്ഛൻ. അപ്പൊ അവയർനെസ് ഒക്കെ വേണം. പക്ഷെ ഒരു ഒറ്റ കാര്യം എനിക്ക് പറയണമെന്നറിയോ, ഈ ഗൂഗിളും പിന്നെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതാണ്. വാട്സാപ്പ് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന അപകടമാണ്. നമ്മൾ ആധികാരികമായിട്ടുള്ള വല്ല സോഴ്സും വായിക്കുക. പിന്നെ സംശയങ്ങളുള്ളപ്പോൾ ആരോടെയും ചോദിക്കുക. ഇപ്പൊ നമ്മൾ എല്ലാം കൂടെ ഓക്കെ. പക്ഷെ അതല്ലാത്ത ഒരു ഡോക്ടർ വീട്ടിൽ ഫാമിലിയിലോ ഫ്രണ്ടായിട്ട് ഇല്ലാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യാം? നമുക്ക് ദിശ എന്ന് കേട്ടിട്ടുണ്ടോ? ഹെൽപ്പ് ലൈൻ 104 അല്ലെ 1056 അങ്ങനെ. പിന്നെ ഒന്ന് ലാൻഡ് ലൈൻ നമ്പർ ഉണ്ട്, 0471255256. സ്ക്രോളൊക്കെ ഇട്ടാൽ അതിൻ്റെ ഇടയിൽ. അപ്പോൾ ആ നമ്പറിൽ വിളിച്ചാൽ, ഇപ്പൊ ഞാനൊരു കുഞ്ഞിന്റെ അച്ഛനാണ്, അപ്പൊ എനിക്കൊന്നൊരു സംശയമുണ്ട്, എനിക്ക് ആരോടും ചോദിക്കണമെന്ന് വെച്ചാൽ അവരേതെങ്കിലും ഗൈനക്കോളജിസ്റ്റോ പീഡിയാട്രിഷ്യൻ ലൈവായിട്ട് കണക്ട് ചെയ്തു. അപ്പൊ റിലാക്സ്ഡ് ആയിട്ടുള്ള ഡോക്ടർ കേരളത്തിൽ എവിടെയെങ്കിലും ഇരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് കിട്ടിക്കോളും. അപ്പൊ നമുക്കൊരു ഫ്രണ്ടിനോട് ചോദിക്കുന്നത്, കേരളത്തിൽ ആർക്ക് വേണേലും വിളിക്കാം, എപ്പോ വേണേലും വിളിക്കാം. പിന്നെ സംശയങ്ങളൊക്കെ കാഷ്വൽ കാര്യങ്ങൾ പകൽ വിളിക്കുക. എമർജൻസി ആണെങ്കിൽ ഇപ്പൊ രാത്രി പെട്ടെന്ന് 1 മണിക്ക് കുട്ടിക്ക് ശ്വാസം കിട്ടുന്നില്ല, അപ്പോൾ വിളിച്ചാൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യുക. അത് എമർജൻസി. സംശയങ്ങൾ അറിയാനുള്ള അറിവുകൾക്കൊക്കെ പകൽ എപ്പോൾ വേണം വിളിക്കാം. അപ്പൊ ദിശ നമ്പർ എല്ലാ വീട്ടിലും വേണം ശരിക്കും. പിന്നെ ഡോക്ടറെ അതുപോലെ തന്നെ ഇപ്പം ഇങ്ങനെ പറയുമ്പോഴേക്ക് ഈ ഗർഭാവസ്ഥയിലാണോ അതേ ഡെലിവറി കഴിഞ്ഞിട്ടുള്ളതാണോ, അതായത് ആ പ്രസവിക്കുന്ന കുട്ടിക്ക്, പ്രസവിക്കുന്ന ആളിന് ഒരു മാനസികാവസ്ഥയില് മാറ്റങ്ങൾ, ഡിപ്രഷൻ മാതിരി അല്ലേ ഒരു, അത് ഞാനങ്ങനെ, എനിക്കൊന്നും അങ്ങനെയൊന്നും വന്നിട്ടില്ല. പക്ഷെ ഞാനങ്ങനെ ഇങ്ങനെ ചിലരിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതിനെ കുറിച്ച് എന്താണ്? ഉണ്ട്. അത് സത്യമാണോ? സത്യമാണ്. അതായത് അത് ഇപ്പൊ കുറച്ച് കൂടുതലുണ്ടോന്നൊരു സംശയം. എന്ന് വെച്ചാൽ പലപ്പോഴും ഈ എൻ്റയർ പ്രഗ്നൻസിയിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ പലപ്പോഴും ആളില്ല. പണ്ടൊക്കെയാണ് വലിയ കുടുംബവും നിറച്ച ആൾക്കാരും തമാശയും ഞാൻ എൻ്റെ കുഞ്ഞിനെ പറ്റി അവരുടെ പ്രസവത്തിനെ പറ്റിയൊക്കെ പറഞ്ഞ് ഒരു കോച്ചിങ് ഉണ്ട്. ഇപ്പൊ പലരും ഒറ്റയ്ക്കാണ്, ഒരു ഫാമിലി ജോലി ചെയ്ത് ഫ്ലാറ്റിലൊക്കെ ജീവിച്ച് 2 പേരും ഓടി ജോലി ചെയ്യുന്നു. അതിനിടയ്ക്ക് പ്രഗ്നന്റ് ആണ്, അതിനിടയ്ക്ക് ക്ഷീണമുണ്ട്, തിരിഞ്ഞു നോക്കാൻ ജോലിക്ക് പോകണം. അപ്പൊ ഇതൊക്കെ ആയിട്ട് പലപ്പോഴും അവർക്ക് കോപ്പ് ചെയ്യാൻ പറ്റാത്ത വിഷമം വരും. അപ്പൊ അത് ഇവൻ ചിലർക്കാണെങ്കിൽ ആ വിഷമം കൂടി കുട്ടി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഉത്തരവാദിത്തമല്ലേ. അപ്പൊ അത് മേക്കപ്പ് ചെയ്യാൻ പറ്റാണ്ട് ദേഷ്യം വരും, സങ്കടം വരും, ചിലപ്പോൾ അയ്യോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള വിഷമം. അപ്പൊ ഇതിനൊക്കെ ഇല്ല. ഇപ്പൊ നമുക്ക് ഹെൽപ്പ് ലൈൻ ഉണ്ട്, ടെലിമനസ് എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ പല പുതിയ പരിപാടിയുണ്ട്. ടെലിമനസ്. അപ്പൊ അതിന് നമ്പർ ഉണ്ട്, ദിശ വിളിച്ചു കഴിഞ്ഞാൽ അവർ കണക്ട് ചെയ്ത് തരും. അപ്പൊ അതെന്താ പലർക്കും ഡോക്ടർ ഇപ്പൊ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഞാനും ആയിരുന്നു. പലർക്കും ഇങ്ങനെയുള്ള ഫെസിലിറ്റി ഉള്ളത് അറിയുന്നില്ല. അതിനൊരു സംവിധാനം 10,000 പേര് കൗൺസിലേഴ്സ് ഉണ്ട് അതിനകത്ത്. ഫ്രീ. നമ്മുടെ സേവനം മൊത്തം ഫ്രീ ആണ്. അപ്പൊ ഈ പറഞ്ഞ മാതിരി ജനങ്ങളിലേക്ക് ഒരു എത്തിപ്പെടണ്ടേ, ഒരുപാട് പേരിലേക്ക് എത്തി, ഇങ്ങനെ തീർച്ചയായിട്ടും അങ്ങനെ കുറെ പേർക്ക് ഇതൊക്കെ എത്തിപ്പെട്ടാൽ മാത്രമേ അവർക്ക് ഇങ്ങനെയുണ്ട്. എല്ലാവരും വിചാരിക്കും ഒരു ഡോക്ടറിനെ വിളിക്കണമെങ്കിൽ ചിലപ്പോ എല്ലാവരും ഒരേ സ്ഥിതിയിൽ കഴിയുന്നവരായിരിക്കത്തില്ല. നമ്മൾ എല്ലാ വിഭാഗക്കാരെയും നമ്മൾ നോക്കണം. ദിശ വിളിച്ചാൽ തന്നെ ഇല്ലേ, ദിശ വിളിച്ചു കഴിഞ്ഞ് അനുഭവിച്ചവർക്ക് ഭയങ്കര, അവര് പിന്നെ എപ്പോഴും വിളിക്കും. എന്ന് വെച്ചാൽ അവരുടെ സന്തോഷം നമുക്കൊക്കെ കോള് വരും. അപ്പൊ അങ്ങേറ്റം ഇതെല്ലാം സംസാരിച്ച് കഴിഞ്ഞിട്ട് അയ്യോ ഭയങ്കര സന്തോഷമുണ്ട്, ഇങ്ങനെയൊന്നും സംസാരിച്ച് ചോദിക്കാൻ പറ്റും നമ്മൾ വിചാരിച്ചിട്ടില്ല എന്നൊക്കെ പറയാം. അപ്പൊ ഞാൻ ചോദിക്കും എവിടുന്നാ വിളിക്കുന്നത്? കാസർഗോഡ് നിന്ന്. എവിടുന്നാ വിളിക്കുന്നത്? പാറശാലയിൽ നിന്ന്. എവിടുന്നൊക്കെയോ കോള് വരികയാണ്. കാരണം ഒരു കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ ഒറ്റയ്ക്കാവുന്ന അവസ്ഥ, അല്ലെ അങ്ങനെ അറിഞ്ഞൂടാത്ത ആൾക്കാർ അങ്ങനെയൊക്കെ വരുമ്പോ അവർക്ക് ടെൻഷൻ ആയിരിക്കും. ഈ ടെലിമനസ് ഒക്കെ ഇല്ലേ, ഗർഭാവസ്ഥയിലോ അല്ലെങ്കിൽ തന്നെ ഒരു അല്ലാത്തൊരാളായിക്കോട്ടെ, ഒരു സ്റ്റുഡന്റ് ആയിക്കോട്ടെ, പരീക്ഷ ടെൻഷൻ എന്താണ് ശരി, ഇവരെ വിളിച്ചാല് ഫ്രീ ആയിട്ട് എത്ര നേരം വേണേൽ സംസാരിക്കണം, സമാധാനമായി സംസാരിച്ച് അവസാനം മനസ്സിന്ന് ലോഡ് പോയി. അപ്പൊ ഇതൊക്കെ ഈ പ്രഗ്നന്റ് അല്ലെങ്കിൽ ഡെലിവറി ചെയ്ത് കഴിഞ്ഞ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ഈ ടെലിമനസ് സർവീസ്. എല്ലാം ഫ്രീ ആണ്. അതുപോലെ ഡോക്ടർ പറഞ്ഞു വരുന്നത് ഇപ്പം ഗർഭാവസ്ഥയില് ആ ഒരു സമാധാനവും സന്തോഷവും പോലെ പ്രഗ്നൻസി കഴിഞ്ഞു അല്ലെങ്കിൽ ഇവർക്ക് ഈ കോപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഭയങ്കര ലോഡല്ലേ. ഒന്നാമത് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ കുറെ ദിവസത്തേക്ക് ഉറങ്ങാൻ നോക്കൂല. ആഹാരം മുഴുവൻ തെറ്റി, ടൈമിങ്സ് എല്ലാം തെറ്റിക്കഴിയുന്ന ടൈമാണ് അമ്മയ്ക്ക്. അപ്പൊ കുട്ടിക്ക് അതിന് വലിയ ഇതല്ല അറിയുന്നത്. നമ്മൾ അതിന് ഫീൽ കൊടുക്കണം, കഴുകണം, തുടയ്ക്കണം, മൂത്രമൊഴിക്കും,
മലം പോയിക്കൊണ്ടിരിക്കും, ഇതെല്ലാം ചെയ്യണ്ടേ. അപ്പോൾ ഭയങ്കരമായിട്ട് ചിലപ്പോൾ അപ്സെറ്റ് ആവുക അമ്മ. ആ നേരത്തൊക്കെ ഈ ഒരു കൈത്താങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഈ ടെലിവേഴ്സും ദിശയൊക്കെ അതാണ് ആ കൈത്താങ്. ആ കൃത്യ നേരത്താണ് കൈത്താങ് കൊടുക്കുന്നത്. വീട്ടുകാർക്ക് കൊടുക്കാൻ പറ്റാത്ത പ്രൊഫഷണൽ ആയിട്ടുള്ള കൈത്താങ്ങാണ് കിട്ടുന്നത്. ജനിച്ച കുട്ടിക്ക് ഡയപ്പേഴ്സ് ജനിച്ച ഉടനെ ഈ ഡയപ്പർ യൂസ് ഇപ്പോൾ കുറച്ച് കൂടുതലാണ്. രണ്ട് വശം. ഒന്നെന്ന് വെച്ചാൽ രണ്ടു മൂന്നുണ്ട്. ഒന്നാമത് ഈ ഡയപ്പർ എപ്പോഴും വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെയല്ലേ ഈർപ്പം നിന്ന് റാഷ് വരും. രണ്ടാമതെന്ന് വെച്ചാൽ ഇതിന് നല്ല വിലയുണ്ട്. അപ്പൊ എല്ലാവർക്കും അങ്ങനെ ഓരോ ഡയപ്പർ വാങ്ങിച്ചു വെക്കാൻ നല്ല വിലയുണ്ട്. എത്ര വേഗം മാറ്റണം അത്. മൂന്നാമത്തെ വെച്ചാൽ ഇത് ഡിസ്പോസിൽ വെക്കുകയില്ല. എൻവയൺമെന്റ് ഒട്ടും പരിസ്ഥിതിക്ക് ഒട്ടും നല്ലാത്ത സാധനമാണ്. അപ്പൊ എനിക്കൊന്ന് കൂടുതൽ നമ്മള് തുണി സൗകര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ തുണി കഴുകി നല്ല വെയിലത്ത് ഉണക്കി എടുക്കുന്നതായിരിക്കും ഏറ്റവും സത്യം. നല്ല വെയിലത്ത് ഉണക്കി എടുക്കും. അവരൊരു ഈ പ്രസവിച്ചു കഴിഞ്ഞാൽ വേറെ സാധനം എന്താ അറിയാം, പലരും പ്രസവിച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിക്കൊന്നുമില്ല. ആക്ച്വലി പ്രസവിച്ചു കഴിഞ്ഞാൽ അമ്മ വളരെ ശ്രദ്ധിക്കണം വെച്ചാൽ ഇരട്ടി ആഹാരം കഴിക്കണം. കാരണം അവരവരുടെ മാത്രമേ ഇതിന് പാലുണ്ടാക്കട്ടെ കുഞ്ഞുവായി. അമ്മേന്റെ ഡയറ്റ് എന്ന് വെച്ചാൽ ഇരട്ടി ആഹാരം കഴിക്കണം, ഇരട്ടി വെള്ളം കുടിക്കണം, ഇലക്കറികൾ ധാരാളം വേണം. പിന്നെ ലോക്കലായിട്ട് കിട്ടുന്ന പഴവർഗ്ഗങ്ങൾ എപ്പോഴും നമ്മുടെ നാടൻ സാധനങ്ങൾ, പപ്പയ്ക്ക മറ്റേ മറിച്ച്. ഇവിടെ എന്തൊക്കെ കിട്ടുന്നത്, ചക്കേന്റെ സീസൺ ചക്ക, മാങ്ങയുടെ സീസൺ മാങ്ങ, അങ്ങനെ ലോക്കൽ പഴവർഗ്ഗങ്ങൾ. പിന്നെ കുറെ നാരംശമുള്ള ആഹാരങ്ങൾ, അങ്ങനെ കോൺസ്റ്റിപ്പേഷൻ വരാൻ ചെയ്യാം. അപ്പൊ ഈ കൂരവ് പോലത്തെ ഒക്കെ നമ്മള് സംസാരിച്ചപ്പോ പറഞ്ഞില്ലേ കൂരവ്, അത് നമ്മള് വലിയവര് കാര്യം ഡോക്ടർ പറയുന്നത് ദോശമാവാണെങ്കിൽ ദോശമാവിൽ പോലും അതിനെ കുറിച്ചൊന്നും ഡീറ്റെയിൽ ഒന്നും. ഈ കുട്ടികൾക്ക് കൂര കൊടുക്കുന്ന എപ്പോഴാണ് അറിയാം. പണ്ട് നമ്മൾ 4 മാസത്തേക്ക് കൊടുക്കുമായിരുന്നു. ഇപ്പൊ നമ്മൾ 6 മാസം വരെ മുലപ്പാൽ മാത്രം. വെള്ളം പോലും ഈ വെള്ളം കൊടുക്കും, ഇടയ്ക്കിടെ കാറ്റിയ വെള്ളം അത് കൊടുക്കുകയേ വേണ്ട. 6 മാസം വരെ പാല് തന്നെ കൊടുക്കുക. ഞാൻ വായിച്ച കാര്യം ശരിയാണോ തെറ്റാണെന്ന് പറയാം. ഈ 6 മാസം അല്ലെങ്കിൽ 1 വയസ്സ് വരെ കുഞ്ഞിന് വെള്ളം കൊടുക്കാൻ പാടില്ല. കാര്യം കുഞ്ഞിന്റെ കിഡ്നി പ്രവർത്തിച്ച് വരുന്നതേ ഉള്ളൂ. നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിൽ അതിലുള്ള ഇമ്പ്യൂരിറ്റീസും കാര്യം കാരണം കിഡ്നിക്ക് ലോഡ് കൂടുതലാണ്. അപ്പൊ അത് കാരണം വെള്ളം കൊടുക്കാൻ പാടില്ല. മെയിൻലി നമ്മൾ പറയുന്ന റീസൺ എന്ന് വെച്ചാൽ മുലപ്പാലിൽ ആവശ്യത്തിന് എല്ലാം ബാലൻസിൽ വേണ്ട വാട്ടർ കണ്ടന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് ഫ്രീക്വന്റ് ആയി അമ്മ നല്ലോണം വെള്ളം കുടിക്കട്ടെ, പാലുണ്ടാക്കിയിട്ട് കുഞ്ഞിനും കൊടുക്കുന്നു. അപ്പൊ അതാണ് മെയിൻ ആയിട്ട്. ഈ എപ്പിസോഡ് ചിലപ്പോൾ നീട്ടുപോകും. ഞാൻ എപ്പോഴും സമീറയുടെ ഈ ഇന്റർവ്യൂ എന്ത് പറഞ്ഞാലും ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ ഡോക്ടർ ഇന്ന് കുറച്ച് തിരക്കാണ്. ഈ സത്യത്തിൽ ഡോക്ടർ ഫ്രീ ആയിട്ട് ഒരു പ്രാവശ്യം വന്നിട്ട് അല്ല അത് സൽമാൻ ചോദിക്കാൻ അവകാശമുണ്ട്. ജനിക്കുന്ന കൊച്ചിനും അമ്മയ്ക്കുള്ള വാക്സിൻ അത് കുറെ വാക്സിൻസ് ഉണ്ട് കേട്ടോ. ജനിച്ച ഉടനെ തന്നെ പോളിയോന്റെ 0 ഡോസ് കൊടുക്കും, ഹോസ്പിറ്റലിൽ കൊടുക്കും. പിന്നെ BCG കൊടുക്കും. അത് കഴിഞ്ഞാൽ അവർ ഡേറ്റ് എടുത്തരും. യൂഷ്വലി തുടങ്ങുക നമ്മൾ ഒരു 6 വീക്സ് ആകുമ്പോൾ ആദ്യം തുടങ്ങും. അപ്പൊ അവിടുന്ന് ഒരു ഷെഡ്യൂൾ, ഒരു കാർഡ് ഒക്കെ തരും. അതിനകത്ത് എല്ലാ വാക്സിനും കഴിയുന്നത്ര നമ്മുടെ ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ഫ്രീ ആണ്. നമ്മളിപ്പോ പുതിയ പല വാക്സിനും നമ്മുടെ ഷെഡ്യൂളിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ആ ഡേറ്റിൽ കഴിയുന്നത്ര ആ ഡേറ്റിന് ചെല്ലുക. അത് ഭയങ്കരമായിട്ട് മാറരുത്. ഇപ്പൊ ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ആയി ശരി, നമുക്ക് പിന്നെ ഇതൊക്കെ നമുക്ക് ലോക്കൽ ആശാനെ വിളിച്ച് ചോദിക്കാം. അപ്പൊ ഇന്ന് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കാഷ്വലി ചെല്ലണ്ട, ആശാനെ വിളിച്ച് വെച്ച് എത്ര മണിക്ക് വരണം, എപ്പോഴാണ് തിരക്ക് കുറയുക, അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി വാക്സിൻ എടുക്കാം. അതായത് ഇപ്പം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഡെലിവറി ചെയ്ത ബേബിക്കും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വന്ന് വാക്സിൻ നമ്മുടെ അവിടെ ആര് വന്നാലും നമ്മൾ കൊടുക്കും. ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ വരുന്ന ആർക്കും നമ്മൾ ഫുൾ ഫ്രീ ആയിട്ട് വാക്സിൻസ് എല്ലാം കൊടുക്കും. ചിലർക്കെങ്കിലും ചെറിയൊരു ധാരണയുണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലാവുമ്പോ അതത്ര അവർ കെയർ ചെയ്തിട്ട് തന്നെയാണോ വാക്സിൻ സൂക്ഷിക്കുന്നത് എന്നൊക്കെ ഉള്ള അല്ല ചില ആൾക്കാർ ചോദിക്കാം. പക്ഷെ ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത ആയതുകൊണ്ട് പറയുകയല്ല. പക്ഷെ നമ്മുടെ ഈ ഭയങ്കര ടൈറ്റ് ആയിട്ട് നമ്മൾ മോണിറ്ററിങ് ചെയ്യുന്നത്, അതായത് കോൾഡ് ചെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം നമ്മൾ ടെമ്പറേച്ചർ പോലും 2 നേരം ഇതിനെല്ലാം ഫ്രീസേഴ്സ് ഉണ്ട്, ഫ്രിഡ്ജുകളുണ്ട്, ഐസ്ലൈൻ ഫ്രിഡ്ജുണ്ട്. അപ്പൊ ഇതെല്ലാം 2 നേരത്ത് തന്നെ ടെമ്പറേച്ചർ നോക്കി റെക്കോർഡ് ചെയ്യും. അതിൽ ആരെയും റെക്കോർഡ് ചെയ്ത് അപ്പം തന്നെ അടുത്ത സൂപ്പർവൈസർ പിടിക്കും. സോ ഇതെല്ലാം പെർഫെക്റ്റ്ലി ഓടിക്കൊണ്ടിരിക്കുന്ന കണ്ടീഷനിലായിരിക്കും. പിന്നെ നമുക്കെന്താ പറയുക, നമുക്കറിയാലോ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ തിരക്ക് ഭയങ്കര ടേൺ ഓവറാണ്. അപ്പോൾ എപ്പോഴും പുതിയ ബാച്ചിങ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും, കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഓടുന്നത്. സൂപ്പർവൈസ് ചെയ്യാൻ ഹോസ്പിറ്റലിനകത്ത് ആൾക്കാരുണ്ട്, പുറത്തും ആൾക്കാരുണ്ട്. അതുകൊണ്ട് എപ്പോഴും നല്ല ബെസ്റ്റ് ക്വാളിറ്റി നമ്മൾ കൊടുക്കുന്നുള്ളത് യാതൊരു സംശയമില്ല. എന്തായാലും എനിക്ക് പറയാനും ചോദിക്കാനും ആണെങ്കിൽ ഞാനിപ്പോ ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡോക്ടർ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ഒരു 100,000 ക്വസ്റ്റ്യൻസും അതും ഒക്കെ
ചോദിക്കുന്നല്ല കേട്ടോ, നമ്മൾ കാഷ്വലായിട്ട് സംസാരിക്കണേ. ഇന്നിപ്പം നിങ്ങളുടെ അടുത്തും കൂടി ചോദിക്കാനുള്ള അല്ല, നിങ്ങളും കൂടി ഇതിലേക്ക് നിങ്ങളെയും കൂടി ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് ഒരു കാഷ്വൽ പോലെയൊക്കെ ഇരുന്നത്. ഒരു കാര്യം കൂടെ പറയാം, ഇനി എന്തായാലും ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് കാണുന്നുണ്ട്, കമന്റിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത ഞാൻ ഡോക്ടറിനെ ഒന്ന് അതന്നെ ഇത് കണ്ടോണ്ടിരിക്കുന്ന ഗർഭിണികള് അല്ലെങ്കിൽ പ്രസവിച്ച കുട്ടികൾ, അമ്മമാര്, അവർക്ക് എന്തിനൊക്കെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമന്റ്സിൽ ചോദിക്കും, ഞാൻ അടുത്ത ഡോക്ടർ അറേഞ്ച് ചെയ്യാം. ഡോക്ടറിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ദിശയുടെ കാര്യം തന്നെ. അതെ, ദിശയുടെ കാര്യം നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം. കാരണം വെച്ചാൽ അത് എത്ര കോടി ആൾക്കാർക്കുള്ള സൗകര്യമാണ്. എവിടുന്നാണ് കേരളത്തിൽ നിന്നല്ല നമ്മുടെ ഒരു കുട്ടി ഇവിടുത്തെ പിൻഡ് കമന്റ് ആയിട്ട് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള അഥവാ ഫാബി ഡെലിവറി ചെയ്യുന്നത് സൗദിയിൽ വെച്ചോ അമേരിക്കയിൽ വെച്ചോ ജപ്പാനിൽ വെച്ചോ ആയിരുന്നെങ്കിൽ അവിടുന്ന് നമ്മൾ മലയാളികൾ നമുക്ക് ദിശ വിളിച്ചാൽ ലോകത്ത് എവിടെ ഇരിക്കാണ് ദിശയിലേക്ക് കോൾ വിടുന്നത്. അപ്പൊ ഇന്ത്യ കോൾ കൂടെ ചേർക്കുന്നു. എന്നിട്ട് ദിശ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് നമുക്ക് മലയാളത്തിലൊക്കെ സംസാരിച്ച് നമ്മുടെ പെൺകുട്ടികളെ പല നാട്ടിലും ഡെലിവറി ചെയ്ത് അയ്യോ നമുക്ക് ആരും കൂടെ ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളിവിടെ നമുക്ക് ചുറ്റും എല്ലാവരും ഉള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു വിഷമം മനസ്സിലാവില്ല. പക്ഷെ ഡോക്ടർ പറഞ്ഞത് ശരിയാണ്. ഇപ്പൊ പുറത്തൊക്കെ ഉള്ള കുട്ടികളെ ഡെലിവറി ആകുമ്പോൾ ചിലപ്പം വേണ്ടപ്പെട്ടവരൊന്നും ഉണ്ടാകത്തില്ല, അവർ ഒറ്റയ്ക്കായിരിക്കും. അപ്പൊ ഭയങ്കര സ്ട്രെസ് തന്നെ ആയിരിക്കും അല്ലേ. അപ്പൊ എന്തായാലും ഞങ്ങള് അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ അല്ലേ. 5 മിനിറ്റ് എടുക്കത്തുള്ളൂ പറഞ്ഞു. പക്ഷെ പറഞ്ഞു വരുമ്പോ ഇങ്ങനെയാണ് കുറേ കാര്യങ്ങൾ, നമുക്ക് തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളൊരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തൊന്നും ചോദിച്ചില്ല, പക്ഷെ നമ്മൾ അറിഞ്ഞ് ചോദിച്ചത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡോക്ടറിൽ നിന്ന് കിട്ടാൻ. പക്ഷെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അപ്പൊ ഞങ്ങള് ക്യാമറ ഓഫ് ചെയ്യാണ്.